2023 ജനുവരി 15 നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്രയിലേക്ക് പറന്നുയർന്ന വിമാനം നിറയെ സ്വപ്നങ്ങളുമായി യാത്ര ചെയ്തവർ 68 യാത്രക്കാരും 4 ക്രൂ മെമ്പേഴ്സും അടക്കം ഈ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. ATR 72-500 എന്ന വിമാനമായിരുന്നു അത്. കാഠ്മണ്ഡുവിൽ നിന്നും പറന്നുയർന്ന് പൊക്ര ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തുന്നതിന് മുൻപായിട്ട് വിമാനത്തിൻ്റെ എൻജിൻ ത്രസ്റ്റ് പരാജയപ്പെട്ടതോടെയാണ് ഈ അപകടമുണ്ടാകുന്നത്. ഇതേ റൂട്ടിൽ ഇതേ എയർലൈൻസിൻ്റെ ഇതേ സീരീസ് വിമാനത്തിലാണ് നമ്മൾ ഇന്ന് കാഠ്മണ്ഡുവിൽ നിന്നും പൊക്രയിലേക്ക് പോകാൻ പോകുന്നത്. മലകൾക്കും പർവ്വതങ്ങൾക്കും മുകളിലൂടെയുള്ള ഈ വിമാനയാത്ര ശരിക്കും അപകടം നിറഞ്ഞത് തന്നെയാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫ്ലൈറ്റിനടുത്തേക്ക് പോകാനായിട്ട് ബസ്സിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നേരെ ഇനി ഫ്ലൈറ്റിനടുത്തോട്ട് പോവാണ്. കാഠ്മണ്ഡു എയർപോർട്ട് ശരിക്കും ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. നമ്മുടെ ബാംഗ്ലൂരിന് ചെന്നൈയിൽ നിന്നൊക്കെ ഡയറക്റ്റ് സർവീസ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് ഫ്ലൈറ്റ്. അങ്ങനെ ഫ്ലൈറ്റിനടുത്ത് എത്തി. ശരിക്കും പറഞ്ഞാൽ ആ ബസ്സിനകത്തുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ ഫ്ലൈറ്റിനകത്ത് കയറാനായിട്ട്. ഒറ്റ ട്രിപ്പ് ബസ്സിനകത്തുള്ള ആൾക്കാർ മാത്രം. ശരിക്കും നമുക്ക് 20 മിനിറ്റ് പറക്കാനേ ഉള്ളൂ കേട്ടോ. ഒരു ബസ് പോലെ ഉണ്ടല്ലോ. ശരിക്കും ലെഗ് സ്പേസും ഒക്കെ വളരെ കുറവാണ് കേട്ടോ. കുറച്ച് ദൂരം പറക്കാനേ ഉള്ളൂ. ഏകദേശം 20 മിനിറ്റ് മാത്രം നമ്മൾ ഇതിനകത്ത് ഇരുന്നാൽ മതി. കാലാവസ്ഥയൊന്നും മോശമല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് 20 മിനിറ്റ്, അതല്ലെങ്കിൽ വട്ടമിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. ശരിക്കും ഇത് കാഠ്മണ്ഡു പൊക്ര എന്ന് പറയുന്ന ഒരു ഡേഞ്ചറസ് റൂട്ട് തന്നെയാണ്, ഫ്ലൈറ്റ് റൂട്ട്. നല്ല രീതിയിൽ ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു യാത്രയായിരിക്കും ഇത്. സാധാരണ ഫ്ലൈറ്റിൽ പോകുന്ന പോലെ അല്ല ഇത്. ഫ്ലൈറ്റ് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. നല്ല കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന റൈറ്റ് സൈഡിൽ നല്ല മഞ്ഞുമലകൾ കാണാം. അങ്ങനെ റൺവേയിൽ നിന്ന് നമ്മളിങ്ങനെ പറന്നുയരാൻ പോവുകയാണ്. കാലാവസ്ഥ ശരിക്കും പറഞ്ഞാൽ തെളിഞ്ഞ കാലാവസ്ഥയല്ല. ഇനി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മേഘത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറുതായിട്ട് മഞ്ഞുമലകൾ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്തായാലും ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യും. ചെറിയ വിമാനമായതുകൊണ്ട് തന്നെ ചെറിയ സ്പേസേ ഉള്ളൂ കേട്ടോ പുറത്തോട്ട് കാണാനായിട്ട്. അപ്പോൾ ദേ ഫ്ലൈറ്റ് ടേക്ക് ഓഫായി. നമ്മളങ്ങനെ കാഠ്മണ്ഡു നഗരത്തോട് വിട പറയുകയാണ്. കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള നല്ല അനുഭവങ്ങൾ തന്നിട്ടുള്ള ആ കാഠ്മണ്ഡു നഗരം ഇതാ മറഞ്ഞുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പൊക്രയിലേക്കാണ് പോകുന്നത്. നല്ല കുലുക്കം ഉണ്ടല്ലേ, ശരിക്കും ഉണ്ട്, നല്ല കുലുക്കമുണ്ട്. നമ്മൾ സാധാരണ പോണ വിമാനം പോലെ അല്ലല്ലോ. അല്ല, നല്ല കുലുക്കമുണ്ട്. ശരിക്കും നല്ല ജെർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ എഞ്ചിനും അങ്ങനെ തന്നെയാണ് അല്ലേ, ഒരു സ്മൂത്ത്നെസ് ഇല്ലാത്തൊരു എഞ്ചിനാണ് ഇത്. കണ്ടോ, നമ്മൾ ആകാശത്ത് എത്തുമ്പോഴാണ് മനസ്സിലാക്കുന്ന കാഠ്മണ്ഡു നഗരത്തിൻ്റെ പ്രത്യേകത. ശരിക്കും മലകളാൽ ഇങ്ങനെ മൂടപ്പെട്ട് അതിന് നടുക്കായിട്ട് ഒരു നഗരം, അതാണ് കാഠ്മണ്ഡു. കണ്ടോ, ഫ്ലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റുന്നില്ലേ? ഉണ്ട്. ദൂരം കുറവായതുകൊണ്ട് അധികം ഹൈറ്റിൽ പോകാനൊന്നും സാധ്യതയില്ല. നമുക്കിങ്ങനെ താഴത്തെ കാഴ്ചകൾ കണ്ട് അങ്ങനെ ട്രാവൽ ചെയ്യാം. ഇത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്താനായി കേട്ടോ, പൊക്ര എത്താനായി. ജസ്റ്റ് കണ്ണടച്ച് തുറന്നേ ഉള്ളൂ, അപ്പോഴേക്കും അടുത്ത എയർപോർട്ട് എത്താനായി. ശരിക്കും കാഠ്മണ്ഡു പോലെയല്ല പൊക്ര എന്ന് പറയുന്നത്. അത്യാവശ്യം ഗ്രീനറി ഒക്കെ ഉള്ള ഏരിയാസാണ്. ശരിക്കും പറഞ്ഞാൽ കാഠ്മണ്ഡുവിൽ ഭയങ്കര തിങ്ങി നിറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ ഇടവിട്ടുള്ള ഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ പോകാൻ പോകുന്ന ഗാൻഡ്രുക്ക് എന്ന് പറയുന്നൊരു വില്ലേജിലേക്കാണ്. നേപ്പാളിലെ അതിമനോഹരമായിട്ടുള്ളൊരു വില്ലേജാണ് ഗാൻഡ്രുക്ക് എന്ന് പറയുന്നത്. അങ്ങോട്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരു സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റിയില്ല, മേഘങ്ങളായതുകൊണ്ട്. ഈ കാണുന്ന ആ കാർമേഘങ്ങൾക്കിടയിൽ ഫുള്ള് മഞ്ഞുമലകളാണ്. ഈ ഫ്ലൈറ്റിൻ്റെ ഇപ്പോൾ പറക്കുന്നേക്കാളും ഹൈറ്റിൽ എത്രയോ ഉയരങ്ങളിൽ മഞ്ഞുമലകളാണ്. അങ്ങനെ ഇതാ നമ്മളിവിടെ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് പൊക്ര എയർപോർട്ടിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് യാത്രയും ഈ എയർപോർട്ടും എല്ലാം ഡേഞ്ചർ എന്ന് പറയാൻ കാരണം ഇത് മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയാണ്. എന്തെങ്കിലും കാരണവശാൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ മലകളിൽ പോയി ഇടിക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. അങ്ങനെ ഒരു അപകടം നമ്മുടെ നേപ്പാളിൽ നടന്നിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അത് 2023 നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്ന ഇതേ എയർപോർട്ടിൽ ഇതേ റൂട്ടിൽ എതി എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ് അന്ന് ആക്സിഡൻ്റ് ഉണ്ടായത്. 68ഓളം പേര് അന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനത്തെ നമ്മൾ റൺവേയിലെത്തി. നല്ല കുലുക്കമാണ് റൺവേയിലേക്ക് ഇറങ്ങിയപ്പോൾ അല്ലേ, നല്ല കുലുക്കമുണ്ട്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റോട്ടിൽ കൂടെ ബസ്സിലൊക്കെ പോകുന്നൊരു ഫീല് വരുന്നില്ലേ, നല്ല കുഴിയൊക്കെ ചാടുന്നില്ലേ, ശരിക്കും കട്ടറൊക്കെ ഉള്ള പോലെ ഉണ്ട് റൺവേയിൽ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ഏകദേശം 7-8 മണിക്കൂറോളം ബസ്സിൽ ട്രാവൽ ചെയ്യേണ്ട ദൂരം നമ്മൾ വെറും 20 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പൊക്ര ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മളെത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ്? ഗാൻഡ്രുക്ക് വില്ലേജിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊക്ര ടൗണിലെത്തണം. ടൗണിലെത്തിയിട്ട് അങ്ങോട്ട് സ്പെഷ്യൽ പാസ് ഉണ്ട്, പാസ് എടുക്കണം. പെർമിറ്റ് എന്നാണ് പറയുക ടൂറിസ്റ്റിന് വരുന്നത്, ട്രക്കിംഗ് പെർമിറ്റ്. അപ്പോൾ ഏതൊക്കെ വില്ലേജിൽ നമ്മൾ പോകുന്നുണ്ടോ അവിടേക്കുള്ള ട്രക്കിംഗ് പെർമിറ്റ് നമ്മൾ എടുക്കണം.
അപ്പോൾ അതിനു വേണ്ടി ഇവിടുന്ന് ടൗണിലേക്ക് പോകണം. ടാക്സി വിളിച്ചോ അല്ലെങ്കിൽ പത്താവ് ആപ്പ് വഴി ബുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പോകും. നമുക്ക് കറക്റ്റ് സ്ഥലം അറിയാത്തത് കൊണ്ട് തന്നെ ഒരു ടാക്സിക്കാരോട് ചോദിച്ചു എവിടെ നിന്നാണ് പെർമിറ്റ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കൊണ്ട് ഇറക്കി തരാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ കാറിൽ കയറിയിട്ട് പെർമിറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി അന്തരീക്ഷമാണ് ഇവിടെ. ഗാൻഡ്രൂക്കിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പെർമിറ്റ് എടുക്കണം. ഇമിഗ്രേഷൻ ഓഫീസാണ്. അതായത് ഈ വൈഫൈയിൽ കണക്ട് ചെയ്തെങ്കിൽ ഈ ലിങ്ക് ഓപ്പൺ ആവും. അപ്പോൾ ഇതാണ് പെർമിറ്റിൻ്റെ സൈറ്റ്. നമുക്ക് ഓപ്പൺ ആവുന്നുണ്ടോ നോക്കാം. ഞാൻ നാട്ടിൽ നിന്ന് ഓൺലൈൻ നോക്കിയിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഈ വൈഫൈയിൽ കണക്ട് ചെയ്തപ്പോഴാണ് അത് ഓക്കെ ആയത്. പിന്നെ ഒരാൾക്ക് 1000 രൂപയാണ് പെർമിറ്റിൻ്റെ ചാർജ് വരുന്നത്. 2 പേര് കൂടെ എത്രയായി? 2000. ഓക്കെ. നമ്മൾ ഗാൻഡ്രൂക്ക് വില്ലേജിൽ പോകാനായിട്ട് പൊക്ര എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അവിടുന്ന് ടാക്സിയിൽ പെർമിറ്റ് ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് പെർമിറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇമിഗ്രേഷൻ ഓഫീസാണ്. ഇവിടുന്ന് ഒരാൾക്ക് 1000 രൂപ വെച്ചാണ് പെർമിറ്റ് വരുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ ഹാരി ചോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തിട്ട് അവിടുന്ന് ജീപ്പ് അല്ലെങ്കിൽ ബസ്സിന് ഗാൻഡ്രൂക്കിലേക്ക് പോകണം. ഇതാണ് ഹാരി ചൗക്ക് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഗാൻഡ്രൂവിലേക്ക് പോകുന്ന ബസ്സാണ്. 4 മണിക്ക് നമ്മൾ എത്തി. 4 മണി ലാസ്റ്റ് ബസ്സാണ്. ഈ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഗാൻഡ്രൂവിലേക്ക് പോകും. അങ്ങനെ യാത്ര ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. നല്ല അടിപൊളി കുഴുങ്ങിയ മുട്ട കഴിച്ചു. 2 പാഴ്സലും മേടിച്ചു. ഇനി ഇവിടുന്ന് ബാക്കി അങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ട് ഗാൻഡ്രൂക്കിലെ ചെക്ക് പോസ്റ്റിലെത്താൻ പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പെർമിറ്റ് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കണ്ടിട്ട് അതവിടെ കാണിക്കണം. അപ്പം ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, താഴെ ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് പെർമിറ്റ് എടുത്തിട്ടേ കയറാവുള്ളൂ. കണ്ടോ, അത് കാണിക്കണം അവിടെ. ഇത് കണ്ടിട്ട് അവിടെ കൊണ്ട് കൊടുക്കും പെർമിറ്റ്. ഒരു കോപ്പി അവരവിടെ എടുത്ത് വെക്കും. പെർമിറ്റിനകത്ത് 2 സെക്ഷനുണ്ട്. ഒരു സെക്ഷൻ ഇവിടെ എടുത്ത് വെക്കും, എന്നിട്ട് നമ്മളെ വിടുക. ശരിക്കും ഇവിടെ റോഡൊന്നും ഇല്ല കേട്ടോ. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വഴിയാണേ. ടാറിംഗ് ഒന്നും ഇല്ലാത്ത റോഡൊന്നും നന്നാക്കിയിട്ടില്ല ഇവിടെ ശരിക്കും. ടിക്കറ്റ് ചാർജ് പറഞ്ഞില്ലല്ലോ. 40 കിലോമീറ്റർ 450 രൂപയാണ് നേപ്പാളി മണിക്കൂറാക്ക്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തിരക്കൊന്നും ഇല്ല കേട്ടോ ബസ് എടുത്ത് പോകാനായിട്ട്. കണ്ടോ, കൂളായിട്ട് ഇറങ്ങാനുള്ളവരാണ് നിൽക്കുന്നത്. സംസാരിച്ചൊക്കെ നിന്നിട്ട് പതിയെ ഇറങ്ങുള്ളൂ. ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മുടെ വണ്ടി നിർത്തി കൊടുത്തേക്കുന്നത്. പല സാധനങ്ങളെടുത്ത് പതുക്കെ ഇറങ്ങുന്നത് വരെ ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യുന്നു. കണ്ടോ, ഈ വണ്ടി എടുത്തിട്ട് പോകും. ഇറങ്ങിപ്പോയി കഴിഞ്ഞു, വണ്ടി എടുക്കുന്നു, ഡോർ ക്ലോസ് ചെയ്യും. നോക്കിയേ, ഗാൻഡ്രൂക്ക് എത്താനായി കേട്ടോ. എല്ലാവരും ഇറങ്ങിപ്പോയി. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ ഉണ്ടല്ലോ, ജീപ്പൊന്നും ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല കേട്ടോ. ഭയങ്കര കുണ്ടും കുഴിയാണ്. ഇവിടെ ബസ്സിൽ മാത്രം ട്രാവൽ ചെയ്യുന്നതാണ് നമുക്ക് സേഫ്. നടുവൊടിയില്ല. അത്യാവശ്യം വലിയ വാഹനമായതുകൊണ്ട്. നിങ്ങൾ ഈ റോഡിൻ്റെ അവസ്ഥയും നമ്മുടെ വണ്ടിയുടെ ലൈറ്റിൻ്റെ പവറൊക്കെ ഒന്ന് നോക്കി. എന്താ സിറ്റുവേഷൻ നോക്കി. നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തേക്കുന്നത് ഓൾഡ് വില്ലേജ് എന്ന് പറയുന്ന ഹോട്ടലിലാണ്. 2 പേർക്ക് 5000 നേപ്പാളി മണിയാണ് ചാർജ്. കുറച്ച് അധികം തന്നെ കയറിയിട്ട് മുകളിലോട്ട് പോകാനുണ്ട്. ഇവിടുത്തെ ഏറ്റവും നല്ല ഹോട്ടലാണിത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഈ ഒരു ചാർജിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. 2500 നേപ്പാളി മണിയിൽ. അപ്പം അത്യാവശ്യം ലാഭം തന്നെയാണ്, വലിയ കുഴപ്പമില്ല. ഇവിടെ ഫുഡ് നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഇത് ഫുഡ് ഇൻക്ലൂഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ്. നമുക്ക് കഴിക്കാൻ കിട്ടിയ ഫുഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് കണ്ടോ, റൈസ്, ചെറിയൊരു പപ്പടം. ഇത് എണ്ണയിൽ കാഴ്ച പപ്പടമല്ല. ഞാൻ ചിക്കനാണ് മേടിച്ചത്. വൈഫ് അവിടെ എന്താണ് വെജാണ് പറഞ്ഞത്. പനീറല്ലേ, ഇലക്കറി ഉണ്ട്. പിന്നെ തോടാ ये घी है, घी. ഓക്കെ ഓക്കെ. വാ, ഹോട്ട് घी. ചിക്കൻ്റെ പീസൊക്കെ കാണാം അവിടെ, നല്ല രസമുണ്ട്. അതേമാതിരി ഇതൊരു കിഴങ്ങ് കറിയാണ്. ഇത് ഒരു ഇലക്കറി. ഇത് എന്തല്ലേ സംഭവം? പാലക്ക്. പിന്നെ ഇതും ഇലയാണല്ലേ, ചീര പോലത്തെ ഞാൻ തോന്നുന്നത്. അച്ചാറ്. പിന്നെ ഇതെന്താ, എന്താ അറിയില്ല. ചട്നി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്രഷ് വെജിറ്റബിൾ കട്ടിംഗ് ഉണ്ട്. ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ ചെറുനാരങ്ങ ഉണ്ട്. ഒന്ന് കഴിക്കാൻ തുടങ്ങുക അങ്ങനെയാണെങ്കിൽ.
പറ ഗുഡ് മോർണിംഗ്. നമ്മളിത് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിഷ്വൽസ് എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇത് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ കിട്ടിയേക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല, ഇതെന്താ ആക്ച്വലി സംഭവം എന്ന്. പൂരി മോഡൽ സാധനമാണെന്ന് തോന്നുന്നു ഈ ഒരു ഇതിൽ. പിന്നെ ഇത് ചിക്കനാണ് സോസേജ് ചിക്കനാണ്. എഗ്ഗുണ്ട്, കറിയുണ്ട്. കറി വെജ് കറിയാണ്. അപ്പോൾ കഴിക്കാം. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് ഓൾഡ് വില്ലേജ് ഇൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിന് തൊട്ടിപ്പുറയായിട്ട് ഹിമാലയം കാണാം. ഞാൻ രാവിലെ ഷോർട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേനും അവിടെ ഹിമാലയം ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അന്നപൂർണ്ണ ഹിമാലയ ഹിൽസ് എന്നാണ് പറയപ്പെടുന്നത്. ആ ഭാഗത്തേക്കെല്ലാം ട്രക്കിങ്ങിന് പോകാൻ പറ്റും. പ്രത്യേക ലൈസൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർമിറ്റ് ഉണ്ട്. ആ പെർമിറ്റ് എടുത്ത് നമുക്ക് പോകാൻ പറ്റും. 6-7 ദിവസമൊക്കെ എടുക്കും ട്രാവൽ ചെയ്ത് വരണമെങ്കിൽ. പിന്നെ ഈ ഇവിടെയുള്ള ഈ നേപ്പാളിലുള്ള ഒട്ടുമിക്ക ഗ്രാമീണ പ്രദേശങ്ങളിലേക്കും ട്രക്കിങ് അലൗഡാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പെർമിറ്റ് എടുക്കണം. അതിന് തന്നെ പെർമിറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വിസിറ്റ് ചെയ്യാൻ, ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഹോട്ടലിൽ താമസിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ നമ്പറുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ പേര് ഓൾഡ് വില്ലേജ് ഇൻ എന്നാണ് കേട്ടോ. ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത് മേടിച്ചത് 5000 രൂപയാണ്. നേപ്പാളി മണിയാണ്, നേപ്പാളി കറൻസി 5000 രൂപയാണ് മേടിച്ചത്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് മൊത്തം ട്രക്കിംഗ് ആണ്.